വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ എൻ്റെ ബെസ്റ്റി വിത്ത് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊയിലാണ്ടിയിൽ നിന്ന്. അപ്പോൾ അവർ പറശ്ശിനിക്കടവിൽ വന്നതാണ്. അപ്പോൾ ഇവിടെയും കൂടി കയറി നമ്മളെയും കൂടി കണ്ടിട്ട് പോകാൻ വിചാരിച്ച് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അവരെത്തി. പിന്നെ നല്ല ചൂടാണല്ലോ, അപ്പം ഒന്ന് കൂളാവട്ടെ വിചാരിച്ച് ഞാൻ കുറച്ച് തണുത്ത വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പരിശീലനം കേട്ടോ, അതെന്നെ കാണിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത ഇല്ലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആൾതാമസമൊന്നുമില്ല. അപ്പം നമുക്ക് കളിക്കാനും പിന്നെ അവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഇത് അവിടെ നോക്കുമ്പോഴത്തേക്ക് നിറയെ മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുമേഷ് ഏട്ടൻ പറഞ്ഞു സുമേഷ് ഏട്ടന് മാങ്ങ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല നാട്ടുമാങ്ങയാണല്ലോ, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങയ്ക്ക്. അങ്ങനെ നമ്മളിത് ആ കുറച്ച് കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൾ കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ സെക്ഷൻ്റെ തപ്പി തപ്പി നടക്കുന്നുണ്ട്. അവൾക്ക് എവിടെ നല്ല സ്ഥലം കണ്ടാലും അപ്പോൾ ഫോട്ടോ എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ അവരെ ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരെയും കൊണ്ട് നേരെ വയലിലേക്ക് വന്നു. പിന്നെ ഉച്ച സമയം ആയത് കാരണം അധിക നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് കാവൽ വരെ പോകണമെന്ന് സുമേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണമെന്ന് കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞങ്ങളൊരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്താണ് ഞങ്ങൾ കാവിലേക്ക് പോയത്. പിന്നെ ആ സമയം ആയത് കാരണം അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, വെയിലൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ എത്തിയിട്ടും ഞങ്ങൾക്ക് ഫോട്ടോ സെക്ഷൻ തന്നെയായിരുന്നു. പല രീതിയിൽ പല പോസിലൊക്കെയാണ് അവൾ ഫോട്ടോ എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ ഫോട്ടോ സെക്ഷൻ അവിടെ നടക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മളും. പിന്നെ നമ്മൾ കുറേ സംസാരിച്ചു. പിള്ളേരുടെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആനൂട്ടനും അപ്പുവും ഒക്കെ യദുവിനെ കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് വന്നേ പിന്നെ ഇത് കൊയിലാണ്ടിയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമൊക്കെ ആയി. അങ്ങനെ അവരും സംസാരിച്ചുകൊണ്ടിരുന്ന് പിള്ളേർക്കൊക്കെ ആണെങ്കിലും വലിയ സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വണ്ടിക്ക് അവർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞത് കാരണം പിന്നെ നമ്മൾ അധിക സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഇന്ന് തന്നെ പോകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.